നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ കൂടെയുള്ളത് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലാണ്. സർ നമസ്കാരം. നമസ്കാരം. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന അവസാനഘട്ട ഓട്ടത്തിലാണെന്നറിയാം, തിരക്കിലാണെന്നറിയാം. എന്താണ് വിജയപ്രതീക്ഷ? BJPക്ക് വലിയ വിജയപ്രതീക്ഷയാണ് നമ്മുടെ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. കാരണം നമ്മൾ 3 കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്: വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം. ഈ 3ഉം സംരക്ഷിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ പറയുമ്പോൾ പഴയ പെരിങ്ങളമായാലും ഇപ്പോഴത്തെ 2011 ശേഷമുള്ള നമ്മുടെ കൂത്തുപറമ്പ് മണ്ഡലമായാലും കാലാനുസൃതമായിട്ടുള്ള ഒരു വികസന പദ്ധതികളൊന്നും തന്നെ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പുറകോട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമായി കൂത്തുപറമ്പ് മാറിയിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് BJPക്ക് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ BJP ഒരു A ക്ലാസ് മണ്ഡലമാണ്. 10-25,000 വോട്ടുകൾ ഉണ്ടെന്ന് BJP അവകാശപ്പെടുന്ന കഴിഞ്ഞ തവണ സദാനന്ദ മാസ്റ്റർ നല്ല വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ദേശീയ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ ആ ഒരു പ്രാധാന്യം കൊണ്ടാണ്. ഇനി ഈ ഒരു ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിൽ BJP എത്രമാത്രം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ. നമ്മുടെ ദേശീയ അധ്യക്ഷൻ തന്നെ നമ്മുടെ പാനൂരിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വരിക എന്ന് പറയുമ്പോൾ അവരുടെ ദേശീയ നേതൃത്വവും കൂത്തുപറമ്പ് നിയോജകമണ്ഡലം വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിയോടുകൂടി തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം BJPക്ക് ഇവിടെ ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു നല്ല ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ജനങ്ങളിൽ നിന്ന് നമുക്ക് നല്ല പ്രതികരണമാണ് ഈ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്ന വിശ്വാസം തന്നെയാണ് ഉള്ളത് ഈ ഘട്ടത്തിൽ. നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. എന്തൊക്കെയാണ് BJP മുന്നോട്ട് പോകുന്നത്? വികസിത ഭാരതം എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ നരേന്ദ്രമോദി പറയുന്നത്. അപ്പൊ വികസിത ഭാരതം യാഥാർത്ഥ്യമാകാൻ നമ്മുടെ വികസിത കേരളവും യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അപ്പൊ വികസിത കേരളം യാഥാർത്ഥ്യമാകാൻ വികസിത കൂത്തുപറമ്പ് വേണം. അപ്പം ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും വികസിത കൂത്തുപറമ്പ് യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അത് ജനങ്ങളോട് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ജനങ്ങൾ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരുടെ വോട്ട് തീർച്ചയായിട്ടും BJPക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാ മേഖലകളിലും സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ കൂത്തുപറമ്പിന് അടിയന്തരമായി വേണ്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ? കൂത്തുപറമ്പിന് നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ പാനൂരിലാണല്ലോ നിൽക്കുന്നത്. പാനൂരിലെ ഗതാഗത കുരുക്ക് നമുക്ക് ഇതുവരെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 4 വരി പാത അതിനുള്ള അനുമതിയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ 4 വരി ഗതാഗത കുരുക്ക് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകും. മാത്രമല്ല ആരോഗ്യ മേഖല വളരെ തകർന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം. കാരണം പാനൂർ താലൂക്ക് ആശുപത്രി രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന് വേണ്ടി പണപ്പിരിവ് നടത്തിയെങ്കിലും ഇതുവരെ സ്ഥലമോ ആശുപത്രി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതേ അവസ്ഥയാണ് ഇപ്പൊ കൂത്തുപറമ്പിലും. കൂത്തുപറമ്പ് ടൗണിൽ ഒരു വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്നല്ലാതെ അവിടെ നവംബർ മാസത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്തെങ്കിലും അവിടെ ഇപ്പം ഡോക്ടർമാരെയോ സ്റ്റാഫിനെ ഒന്നും നിശ്ചയിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ആരോഗ്യ മേഖലക്ക് തീർത്തും വലിയ പരിഗണന BJP ഇവിടെ വന്നു കഴിഞ്ഞാൽ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നമ്മുടെ പാനൂരിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പറയാറുള്ളത്. അവസാന ഘട്ടത്തിലാണ്, നല്ല തിരക്കിലാണെന്നറിയാം. തീർച്ചയായിട്ടും.